കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം പൂർത്തിയാക്കി റോഡ് ഉദ്ഘാടനം നടത്തിയതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി LDF UDF നേതാക്കൾ രംഗത്ത്. നഗര റോഡിന്റെ ഉദ്ഘാടന വേദിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മുൻ MLA ബാബു പോൾ അടക്കമുള്ളവർ പരസ്യവാക്പോര് നടത്തിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മൂവാറ്റുപുഴ നഗര റോഡ് വികസനം പൂർത്തിയാക്കി റോഡ് ഉദ്ഘാടനം നടത്തിയതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി LDF UDF നേതാക്കൾ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി റോഡിന്റെ ഉദ്ഘാടനം നടത്തിയ വേദിയിലാണ് നേതാക്കൾ പ്രസംഗത്തിലൂടെ ഏറ്റുമുട്ടിയത്. മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും UDF പ്രവർത്തകർ പ്രകടനമായാണ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. MLAയും പ്രവർത്തകരും എത്തിയ സമയത്ത് തന്നെ LDF പ്രവർത്തകർ CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുണിന്റെയും CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യുവിന്റെയും നേതൃത്വത്തിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ലഡു വിതരണവും നടത്തി. സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഉദ്ഘാടന വേദിക്ക് സമീപം DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാനറുകൾ ഉയർത്തുകയും ഫ്ലെക്സുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഉദ്ഘാടന വേദിയിൽ പ്രസംഗിക്കാനെത്തിയ മുൻ MLA ബാബു പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് MLAയ്ക്കെതിരെ പ്രതികരിച്ചത്. കിഫ്ബിക്കെതിരെ കോടതിയിൽ പരാതിയുമായി പോയ മാത്യു കുഴൽനാടൻ MLA നാടിന്റെ വികസനത്തിൽ കിഫ്ബി വഹിച്ച പങ്ക് തിരിച്ചറിയണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മുൻ MLAയുമായ ബാബു പോൾ പറഞ്ഞു. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഈ കിഫ്ബി കേരളത്തെ കടക്കണിയിലാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടൻ MLA ആണ് അങ്ങനെ കോടതിയിൽ സമീപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് കോടതിക്ക് മനസ്സിലാകുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, മൻമോഹൻ സിംഗിന് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള തരത്തിൽ കിഫ്ബിക്കെതിരായി ശക്തമായ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഏതായാലും കിഫ്ബി എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, MLAയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. 1,10,000-ലേറെ കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബിയിൽ നിന്ന് ഈ കേരളത്തിൽ അനുവദിച്ചുകൊണ്ട് ആ തരത്തിലുള്ള വികസന പ്രക്രിയയുടെ ഒരു കുത്തൊഴുക്ക് ഈ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഇതെല്ലാം മറന്നുപോയിക്കൂടാ. അപ്പൊ കിഫ്ബിയുടെ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ലഭ്യമായി എന്നതിനെ സംബന്ധിച്ച് എത്രയോ വലിയ ഉദാഹരണം ഇപ്പോഴും മനസ്സിലാകാത്തവർക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് കാണുന്നത്. മണ്ഡലത്തിൽ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയാത്ത മാത്യു കുഴൽനാടൻ കിഫ്ബിയെ പറ്റി പറയുന്നത് സ്പെക്ടാക്കുലർ ഫെയിലർ എന്നാണ്. എന്നാൽ ജനങ്ങൾ റീസൗണ്ടിംഗ് സക്സസ് എന്നാണ് പറയുന്നതെന്ന് വേദിയിൽ സംസാരിച്ച CPIM ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവെച്ച വലിയ പദ്ധതികളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു. സംസ്ഥാന സർക്കാർ മൂവാറ്റുപുഴ മണ്ഡലത്തെ അവഗണിച്ചു എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും അനീഷ് M മാത്യു പറഞ്ഞു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തെ മാറ്റി നിർത്തണമെന്ന് ഈ ഗവൺമെന്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ മൂവാറ്റുപുഴയ്ക്ക് 1269 കോടി രൂപയുടെ വികസനം ഇവിടെ നടക്കില്ലായിരുന്നു. തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിലും കിഫ്ബിക്കെതിരെ കേസിന് പോയാലും ഇന്ന് മൂവാറ്റുപുഴയിൽ 256 കോടി രൂപയുടെ വികസനം ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യമാണ് ഈ മൂവാറ്റുപുഴയെ ഈ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ചിലരെല്ലാം പറഞ്ഞു വെച്ചതുപോലെ സ്പെക്ടാക്കുലർ ഫെയിലിയർ അല്ല, റീസൗണ്ടിംഗ് സക്സസ് ആണ് മൂവാറ്റുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് പ്രസംഗിച്ച കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണും മുസ്ലിം ലീഗ് നേതാവ് PM അബ്ദുൾ മജീദും MLAയ്ക്ക് അനുകൂലിച്ച് രംഗത്തെത്തി. ഒട്ടനവധി തടസ്സങ്ങൾ ഈ പദ്ധതി പൂർത്തീകരണത്തിന് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും മറക്കാൻ കഴിയില്ല. നിരവധി അക്വിസേഷൻ നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് നിരവധിയായ തഹസിൽദാർമാരെ നിരവധി തവണ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ മാത്യു കുഴൽനാടിന്റെ ഒരു ഇച്ഛാശക്തി മൂലം തന്നെയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണം ഇവിടെ ഉണ്ടായത്. നമുക്കറിയാം ഈ പദ്ധതി ഇങ്ങനെ ആയിരുന്നില്ല ഇതിന് മുമ്പ് വിഭാവനം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. ശരിയാണ്, ഈ നഗരത്തിന്റെ വികസനം സ്വപ്നം കണ്ട നിരവധിയായ ആളുകളുണ്ട്. ആ ആളുകളൊക്കെ സ്വപ്നം കണ്ടിരുന്നത് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ്, നമ്മുടെ മുമ്പിലുള്ള മമ്മിക്കുട്ടി ബിൽഡിങ്സ് ഒക്കെ അക്വിസേഷന് വേണ്ടി എടുക്കാനിരുന്നതാണ്. അത് വേണ്ട എന്ന് ലെറ്റർ എഴുതി കൊടുത്ത MLA ആരാണെന്ന് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് വേണ്ടിയിരുന്നു, അത് വേണ്ട, അതിന്റെ DPR മാറ്റിയത് ആരാണെന്ന് അന്വേഷിക്കണം.
പറഞ്ഞു പോയാൽ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ഏതായിരുന്നാലും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട നഗര റോഡ് വികസനം അത് യാഥാർത്ഥ്യമാക്കിയ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ. പിന്നെ ഗവൺമെന്റ് ഫണ്ട് തന്നു എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങൾ നൽകിയ നികുതി പണത്തിന്റെ ഒരു ഷെയറാണ് ഓരോ നിയോജക മണ്ഡലത്തിലേക്കും തരുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും ഔദാര്യമാണോ ഓരോ നിയോജക മണ്ഡലത്തിലേക്കും ഫണ്ട് തരുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട, മൂവാറ്റുപുഴയ്ക്ക് അവകാശപ്പെട്ട ഫണ്ട് അത് നേടിയെടുത്ത് 1200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മൂവാറ്റുപുഴയിൽ നടത്താൻ ആർജവം കാട്ടിയ മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നഗരവികസനത്തിന്റെ പേരിൽ തുടക്കം മുതൽ തുടങ്ങിയ അവകാശവാദങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷവും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.